തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടപടികൾ നടക്കുന്നതിനാൽ നിലവിൽ SIR നടത്തുന്നത് ഭരണപരമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള വാദം. വി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലഗോപാൽ, SIR ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേരളത്തിലെ വേണമെങ്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത്? അങ്ങനെ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് പല പാർട്ടികളൊക്കെ ആയിട്ട് ഉന്നയിക്കുന്ന ആശങ്കകൾ കോടതി മുഖവിലേക്കെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ദിവിഷ 4 ഹർജികളാണ് കേരളത്തിലെ SIRുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്, ഈ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇങ്ങനെ 4 പേർ നൽകിയിരിക്കുന്ന ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നത്. ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പരിഗണിക്കുന്ന 15ാമത്തെ കേസാണ് ഈ കേസ്. പക്ഷേ ഇന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അവസാന പ്രവൃത്തി ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ സെറിമോണിയൽ ബെഞ്ച് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. ആ ബെഞ്ചിൻ്റെ ഭാഗമാണ് നിയുക്ത ചീഫ് ജസ്റ്റിസ് കൂടിയായ ജസ്റ്റിസ് സൂര്യകാന്ത്. അതുകൊണ്ട് തന്നെ ആ ബെഞ്ചിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള 3 അംഗ ബെഞ്ച്, അതായത് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് SV പട്ടിയും ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചിയും അടങ്ങുന്ന ബെഞ്ച് കേസുകൾ പരിഗണിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഈ സെറിമോണിയൽ ബെഞ്ചിൻ്റെ നടപടി ഏതാണ്ട് അടുത്ത ഒരു അരമണിക്കൂറിനുള്ളിൽ 10-20 മിനിറ്റിനുള്ളിൽ അവസാനിക്കുവാനാണ് സാധ്യത. തുടർന്ന് ഈ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് അസംബ്ലി ചെയ്യണം. അതിനുശേഷം 15ാമത്തെ കേസായിട്ടാണ് ഇന്ന് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നത്. അതായത് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ഈ കേസിൻ്റെ നടപടികൾ സുപ്രീം കോടതിയിൽ ആരംഭിക്കുവാനാണ് സാധ്യത. സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബലാണ് ഹാജരാകുന്നത്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷന് വേണ്ടി അഭിഷേക് മനു സിംഗ്വി ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഹ്രസ്വമായ വാദം ഇതിൽ നടക്കുവാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പക്ഷേ ഒരു സ്റ്റേ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഒരുപക്ഷെ സുപ്രീം കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധ്യതയുള്ളൂ. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ ഹാജരാകുവാൻ വേണ്ടി സാധ്യതയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നോട്ടീസ് കോടതി അയക്കേണ്ടതുണ്ട്. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമെങ്കിൽ ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് യാതൊരു സാങ്കേതികമായ തടസ്സവുമില്ല. അതിലേക്ക് കോടതി പോകുമോ എന്നാണ് അറിയേണ്ടതായുള്ളത്. ഏതായാലും അടുത്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ കേരളം സൂക്ഷ്മതയോടുകൂടി കാത്തിരിക്കുന്ന ഈ വിഷയത്തിൽ ഒരു സുപ്രീം കോടതിയുടെ നിലപാട് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു രൂപം ലഭിക്കുന്നതായിരിക്കും. ശരി, വളരെ നിർണായകമായ 1 മണിക്കൂർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം SIR നീട്ടിവെക്കണമെന്ന് കേരളത്തിൽ നിന്ന് വലിയ തോതിൽ ആവശ്യമുണ്ട്. പ്രതിപക്ഷ കക്ഷികളൊക്കെ അത് ആവശ്യപ്പെടുന്നു. പക്ഷേ അതിൽ ഒരു സ്റ്റേ നൽകാൻ കോടതി തയ്യാറാമോ എന്നൊക്കെ 1 മണിക്കൂറിനകം അറിയാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.